2026 ജനുവരി മാസം 27-ാം തീയതി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നിർണായകമായ ഒരു ദിവസമാണ്. കാരണം അന്നാണ് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ അഥവാ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് FTA എന്നത് അഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കുന്നത്. അമേരിക്കയുടെ താരിഫിൻ്റെ ഫലമായി ഇന്ത്യയിലെ എക്സ്പോർട്ടിംഗ് മേഖല തകർന്ന് കിടന്നിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അവർക്ക് ഉത്തേജനം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ തളർന്നു കിടന്നിരുന്ന ഈ എക്സ്പോർട്ടിംഗ് മേഖല വളരെയധികം പ്രചോദനം നൽകിക്കൊണ്ട് നമ്മുടെ സമുദ്ര കയറ്റുമതി, അതുപോലെ തന്നെ സമുദ്ര ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ കയറ്റുമതി, സുഗന്ധദ്രവ്യങ്ങൾ, ടെക്സ്റ്റൈൽസ് മേഖല, ജ്വല്ലറി, കെമിക്കൽസ് എന്നീ മേഖലകളിലൊക്കെ തന്നെ ഒരു ഉണർവ് പകരാനായിട്ട് ഈ അഗ്രിമെൻ്റ് പ്രകാരം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് 27 രാഷ്ട്രങ്ങളുടെ ഒരു സംഘടനയാണ്. ആ 27 രാഷ്ട്രങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം കാണോ സാധനങ്ങൾ കയറ്റി അയക്കുന്നത്? തീർച്ചയായിട്ടുമല്ല. ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ യൂറോപ്യൻ യൂണിയനിലേക്ക് എത്തുന്നുണ്ട്. അതിൽ തന്നെ ഏഷ്യൻ മേഖലയിൽ നിന്ന് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നേരിടേണ്ടി വരുന്നത് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ജപ്പാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ അവരുടേതായ ഉൽപ്പന്നങ്ങൾ ഈ രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ യൂണിയനിലേക്ക് എത്തുന്നുണ്ട്. ആ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളോട് നമ്മുടെ ഇന്ത്യ കോമ്പറ്റീഷൻ വളരെയധികം നേരിടണം. നമ്മുടെ സാധനങ്ങൾ, ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലെ യൂണിയനിലെ ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ സാധനങ്ങൾക്ക് നല്ല സ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമാണ്, നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ എക്സ്പോർട്ടിംഗ് മേഖല വിജയിക്കുകയുള്ളൂ. അതിൻ്റെ ക്വാളിറ്റി, പ്യൂരിറ്റി ആൻഡ് പ്രൈസ് ഇതൊക്കെ തന്നെ വളരെ അവിടുത്തെ ജനങ്ങൾക്ക് വളരെയധികം ആകർഷണീയമായി തോന്നിയെങ്കിൽ മാത്രമാണ് എക്സ്പോർട്ടിംഗ് മേഖല ഒരു വിജയകരമായ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ടെക്സ്റ്റൈൽ മേഖലയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനിലേക്ക് ഇന്ത്യ കയറ്റി അയക്കുന്നത് $4.5 ബില്യൺ സാധനങ്ങളാണ്. അതവസരത്തിൽ ചൈന $27 ബില്യൺ സാധനങ്ങൾ കയറ്റി അയക്കുന്നു. ബംഗ്ലാദേശ് $21 ബില്യൺ സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ നിന്ന് ഈ രാജ്യങ്ങളോടൊക്കെ കോമ്പറ്റീഷൻ നേരിടണം. അതുപോലെ തന്നെ ഫുട്വെയർ രംഗത്താണെങ്കിൽ വിയറ്റ്നാം 25% സാധനങ്ങൾ ഫുട്വെയർ രംഗത്ത് അവിടെ കയറ്റി അയക്കുന്നുണ്ട്, ഈ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഇന്ത്യയുടേത് വെറും 1.2% മാത്രമേ ഉള്ളൂ. അവിടെയും ഈ രാജ്യങ്ങളൊക്കെ തന്നെ മത്സരമുണ്ട്. പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിൽ യൂറോപ്യൻ യൂണിയനിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നത് ചൈനയാണ്. 45% ചൈന അവരുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ അവിടെ കയറ്റി അയക്കുന്നുണ്ട്. ഇന്ത്യയുടേത് വെറും 1.2% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളെ വളരെയധികം ഞങ്ങൾ മത്സരം നേരിടേണ്ടി വരും. അതുപോലെ തന്നെ കെമിക്കൽസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയേക്കാൾ 3 ഇരട്ടി അധികം ചൈനയിൽ നിന്ന് കയറ്റി പോകുന്നുണ്ട്. നമ്മുടെ ഇവിടെ
ഇന്ത്യയിൽ നിന്ന് വെറും 18% മാത്രമാണ് കയറ്റി അയക്കുന്നത്. അങ്ങനെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ശക്തമായ കോമ്പറ്റീഷൻ ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ് മേഖല നേരിടേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ ആ കോമ്പറ്റീഷനെ മത്സരിച്ച് വിജയിച്ചാൽ മാത്രമാണ് ഈ എക്സ്പോർട്ടിംഗ് മേഖല വിജയകരമായി മുന്നോട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ല അടിത്തറ പാകുകയുള്ളൂ. അങ്ങനെയുള്ള പല പ്രതികൂല ഘടകങ്ങൾ ഇതിനോട് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. അതവസരത്തിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പല സാധനങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും കാറുകളുടെ ഇറക്കുമതിയാണ്. നിലവിൽ 70% മുതൽ 110% വരെ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്ന്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ആഡംബര കാറുകളായ ഓഡി, മെഴ്സിഡീസ്, അതുപോലെ തന്നെ BMW അങ്ങനെയുള്ള പല ആഡംബര കാറുകൾക്കും 70% മുതൽ 110% വരെയാണ് താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 10 വർഷത്തിനുള്ളിൽ അത് വെറും 10% കുറയും എന്നാണ് എഗ്രിമെൻറ്റിൽ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ആഡംബര കാറുകൾ ഇന്ത്യയിലെ കസ്റ്റമേഴ്സിന് വളരെ വില കുറച്ച് കിട്ടുമ്പോൾ സ്വാഭാവികമായും അവർ ആ കാറുകളിലേക്ക് ആകർഷിക്കപ്പെടുകയും അത് വാങ്ങാൻ മുന്നിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ടുള്ള ദോഷം എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശീയരായ പല കാർ മേക്കേഴ്സും, ഉദാഹരണത്തിന് മാരുതി, പിന്നെ മഹീന്ദ്ര, ടാറ്റ, ഹുണ്ടായി പോലുള്ള കാർ കമ്പനികൾക്ക് ഈ യൂറോപ്പിൽ നിന്ന് വരുന്ന കാറുകളോട് വളരെയധികം കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും. അപ്പോൾ തദ്ദേശീയരായ പല കമ്പനികളും പലവിധ പ്രതിസന്ധികളെ നേരിടുകയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കാർ പ്രൊഡക്ഷനെ തന്നെ ബാധിക്കുകയും ഒരുപക്ഷേ ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുവാൻ ഉളവാകുകയും അങ്ങനെ കാർ മേഖല ഇന്ത്യയിലെ നിലവിലുള്ള പല കാർ കമ്പനികൾക്കും അവരുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു അഗ്രിമെൻ്റാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ വൈനിന് 150% താരിഫ് ഉണ്ടായിരുന്നത് അത് 20% കുറച്ചു. പിന്നെ സ്പിരിറ്റ് 150% താരിഫ് ഉണ്ടായിരുന്നത് വെറും 40% കുറച്ചു. ബീറ് 110% താരിഫ് ഉണ്ടായിരുന്നത് വെറും 50% കുറച്ചു. അതുപോലെ ഒലീവ് ഓയിൽ 45% താരിഫ് ഉണ്ടായിരുന്നത് അതിന് താരിഫേ ഇല്ല, ഫ്രീ ആണ് അതിൻ്റെ ഇറക്കുമതി. ബ്രെഡ് ആൻഡ് പാസ്റ്ററൈസ് അതിനും 45% താരിഫ് ഉണ്ടായിരുന്നു, അതിനും ഇപ്പോൾ 0 താരിഫാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ആയി ഉൽപ്പന്നങ്ങൾ, ലഹരി അടങ്ങിയിട്ടുള്ള ഈ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആളുകൾക്ക് വളരെ കുറഞ്ഞൊരു രീതിയിലുള്ള ഈ ലഹരി വസ്തുക്കൾ കിട്ടാൻ സാധ്യത കൂടുകയും അതുപോലെ തന്നെ നിലവിലുള്ള ഇന്ത്യയിൽ നിലനിൽക്കുന്ന പല ഫാക്ടറികൾക്കും ഭീഷണിയാണ്. വരുൺ ബിവറേജസ് പോലുള്ള കമ്പനികൾക്ക് ഈ വരവ് പ്രതികൂലമായി ബാധിക്കും. അങ്ങനെ ഈ അഗ്രിമെൻ്റ് പ്രകാരം വളരെയധികം ഇന്ത്യയിൽ നിലനിൽക്കുന്ന പല സ്ഥാപനങ്ങൾക്കും ഭീഷണി നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. അതിലുപരിയായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത്രയും താരിഫുകളൊക്കെ കുറച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്ന്
ഇത്രയധികം ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വരുമാനം വളരെയധികം കുറയുകയും ചെയ്യും എന്ന് മാത്രമല്ല GST ഇളവ് നൽകിയതിൻ്റെ ഫലമായി 47,300 കോടി രൂപയോളം നമ്മുടെ സർക്കാരിന് വരുമാന നഷ്ടം ഉണ്ടാകും. അങ്ങനെ വരുമാന നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കൊക്കെ പണം കണ്ടെത്താനായിട്ട് വിഷമിക്കുകയും പല പദ്ധതികളും ഉപേക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ ഭാവിയിൽ ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളൊക്കെ ഒപ്പിട്ടുകൊണ്ട് വിദേശ ശക്തികളുടെ പ്രവാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ പരമ്പരാഗതമായി ഇവിടെ ഉണ്ടാകുന്ന പല തൊഴിൽ മേഖലയിലും തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ട് പല ജനങ്ങൾക്കും ദുരിതമനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. അത് നമുക്ക് ഭാവിയിൽ നോക്കിക്കാണേണ്ടി വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ നാട്ടിലൊരു മില്ലുണ്ടായിരുന്നു. 100 കണക്കിന് വരുന്ന കുടുംബങ്ങൾ, സ്ത്രീകളടക്കമുള്ള കുടുംബങ്ങൾ അതിൽ ജോലി ചെയ്തുകൊണ്ട് നല്ല സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ മില്ല് ഉൽപ്പാദിപ്പിക്കുന്ന നൂലാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ നൂലുൽപ്പാദനം മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾക്ക് ഈ വിദേശികളായ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളോട് മത്സരിച്ച് വിജയിക്കാൻ പറ്റാതെ അതിൻ്റെ സെയിൽ കുറയുകയും അതിൻ്റെ ഫലമായി ആ കമ്പനി പൂട്ടേണ്ടി വന്നു. അങ്ങനെ 100 കണക്കിന് കാണുന്ന കുടുംബങ്ങൾ വളരെ സങ്കടകരമായ ഒരവസ്ഥയിലേക്ക് മാറുകയും അവരുടെ ജീവിത നിലവാരം വളരെ താഴ്ന്നു പോകുകയും അവർ പല മേഖലകളിലേക്ക് വളരെ കുറഞ്ഞ തുച്ഛമായ വേതനത്തിന് പണിയെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കും എത്തിച്ചേർന്നു. അടുത്തത് കഴിഞ്ഞ ദിവസം അവിടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ ഏകദേശം 1 മണി 2 മണി കാണുന്ന സമയത്ത് നല്ല വെയിലത്ത് കുറച്ച് ലോട്ടറികളും പിടിച്ചുകൊണ്ട് റോട്ടിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല ഇതല്ലാണ്ട്. അവിടെ മില്ലുണ്ടായിരുന്നപ്പോൾ നല്ല നിലയിലൊക്കെ ജീവിച്ചിരുന്നതാണ്. ഇപ്പോൾ വരുമാന മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇതെങ്ങനെയും ഇത് വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. അങ്ങനെയുള്ള പല അവസ്ഥകളും നമ്മുടെ ഭാവിയിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ ഭാവിയിൽ നിന്ന് നോക്കിയിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.